ദിവസം കൂടുന്തോറും കോൺഗ്രസിൽ മുഖ്യമന്ത്രി സ്ഥാനമോഹികളുടെ എണ്ണവും കൂടുന്നു. രമേശ് ചെന്നിത്തലയും ബി സതീശനും അങ്ങ് ഡൽഹിയിലിരുന്ന് സി വേണുഗോപാലും മുഖ്യമന്ത്രി കുപ്പായം തച്ചിട്ടങ്ങനെ നിൽക്കുകയാണ്. കൊടിക്കുന്നിൽ സുരേഷിനും ആഗ്രഹമുണ്ട് മുഖ്യമന്ത്രിയാകാൻ ക്യൂ നിൽക്കുകയാണ് കോൺഗ്രസ് നേതാക്കൾ. അതിനിടയിൽ നമ്മുടെ UDF കൺവീനർ അടൂർ പ്രകാശും മുഖ്യമന്ത്രിയാകാൻ കളി തുടങ്ങിയിരിക്കുന്നു. അടൂർ പ്രകാശിന് മുമ്പ് KPCC അധ്യക്ഷനാക്കേണ്ടതായിരുന്നു. VM സുധീരനാണ് എതിർത്തത്. കാരണം അടൂർ പ്രകാശ് മദ്യ വ്യവസായിയാണ്. അതുകൊണ്ട് അദ്ദേഹത്തെ KPCC അധ്യക്ഷനാക്കാൻ പറ്റില്ല എന്ന് VM സുധീരൻ കർക്കശ നിലപാടെടുത്തു. ഇപ്പോൾ VM സുധീരൻ പല്ലുകൊഴിഞ്ഞ സിംഹമാണ്. കർക്കശ നിലപാടോ കോൺഗ്രസിൻ്റെ ഉള്ളിൽ എന്തെങ്കിലും സ്വാധീനമോ ചെലുത്താൻ VM സുധീരന് കഴിയില്ല. ഈ സാഹചര്യത്തിൽ വെള്ളാപ്പള്ളി നടേശൻ വഴിയാണ് അടൂർ പ്രകാശ് മുഖ്യമന്ത്രിയാകാൻ ശ്രമിക്കുന്നത്. ഈഴവ സമുദായത്തിൽ നിന്ന് R ശങ്കറിന് ശേഷം കോൺഗ്രസിൽ ഒരു മുഖ്യമന്ത്രി വന്നിട്ടില്ലെന്നും R ശങ്കറിന് ശേഷം താനാണ് മുഖ്യമന്ത്രിയാകാൻ അർഹനെന്നും അടൂർ പ്രകാശ് വാദിക്കുന്നു. അടൂർ പ്രകാശിൻ്റെ വാദം വിചിത്രമായ വാദമൊന്നുമല്ല. അദ്ദേഹം ആത്മാർത്ഥമായി തന്നെ അതിന് പണിയെടുക്കുന്നു. ആറ്റിങ്ങൽ MP ആണ് അടൂർ പ്രകാശ്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ V ജോയിയെ ഫോട്ടോ ഫിനിഷിങ്ങിൽ പരാജയപ്പെടുത്തി അടൂർ പ്രകാശ് ഹീറോയായി മാറി. ഈ സാഹചര്യത്തിൽ അടൂർ പ്രകാശ് മുഖ്യമന്ത്രി സ്ഥാനം ആഗ്രഹിക്കുന്നതിൽ വലിയ തെറ്റൊന്നുമില്ല. കാരണം അദ്ദേഹം ഈഴവ സമുദായ അംഗമാണ്, മദ്യ വ്യവസായിയാണ്, നിരവധി ബാറുകൾ അദ്ദേഹത്തിനുണ്ട്, ഗൾഫിൽ ബിസിനസ്സുണ്ട്, സാമ്പത്തികമായി അദ്ദേഹം പെർഫെക്റ്റാണ്. കോൺഗ്രസിന് ഫണ്ട് ചെയ്യാനും അദ്ദേഹത്തിന് കഴിയും. അതുകൊണ്ട് മുഖ്യമന്ത്രിയാകാൻ അദ്ദേഹം ആഗ്രഹിക്കുന്നതിൽ വലിയ തെറ്റൊന്നുമില്ല എന്നത് യാഥാർത്ഥ്യം. പക്ഷേ കോൺഗ്രസിനകത്ത് നായർ ബെൽറ്റുണ്ട്, ക്രിസ്ത്യൻ ബെൽറ്റുണ്ട്. ഈഴവ ബെൽറ്റ് കോൺഗ്രസിൽ പൊതുവെ കുറവാണ്. VM സുധീരനും വയലാർ രവിയും ഒക്കെ കോൺഗ്രസിൻ്റെ നേതാക്കളായിരുന്നു ഈഴവ സമുദായത്തിൽ നിന്ന്. പക്ഷേ അവർക്കൊന്നും മുഖ്യമന്ത്രി പദത്തിലെത്താൻ കഴിഞ്ഞില്ല. വയലാർ രവിക്ക് ആഭ്യന്തരമന്ത്രിയാകാൻ കഴിഞ്ഞു, പക്ഷെ മുഖ്യമന്ത്രിയാകാൻ കഴിഞ്ഞില്ല. ഈ സാഹചര്യത്തിൽ ഈഴവ സമുദായത്തിൽ നിന്നൊരു മുഖ്യമന്ത്രി എന്ന മുദ്രാവാക്യം എന്ന ആശയം ഉയർത്തിക്കൊണ്ട് അടൂർ പ്രകാശ് കളത്തിലിറങ്ങിയിരിക്കുകയാണ് എന്നാണ് ഇപ്പോൾ കേൾക്കുന്ന വാർത്തകൾ. അടൂർ പ്രകാശിന് മുഖ്യമന്ത്രിയാകാനുള്ള യോഗ്യതയുണ്ട്. അദ്ദേഹം ഈഴവ സമുദായ അംഗമാണ്. അദ്ദേഹം KSUവിലൂടെയും യൂത്ത് കോൺഗ്രസിലൂടെയും കടന്നു വന്ന വ്യക്തിയാണ്. പിന്നെ അദ്ദേഹത്തിൻ്റെ ബിസിനസ് മദ്യ വ്യവസായമായതുകൊണ്ട് അത് അദ്ദേഹത്തിനൊരു കുറവല്ല. മാത്രമല്ല അദ്ദേഹത്തിന് അനുയായികളുണ്ട്. അദ്ദേഹത്തിനെ ചുറ്റിപ്പറ്റി കുറേ ഉപഗ്രഹങ്ങളുണ്ട്. ആ ഉപഗ്രഹങ്ങളെല്ലാം അദ്ദേഹം തീറ്റിപ്പോറ്റുന്നുണ്ട്. അതുകൊണ്ട് അടൂർ പ്രകാശ് മുഖ്യമന്ത്രിയാകയാൽ എന്താ തെറ്റെന്ന് ചോദിക്കുന്നത് അടൂർ പ്രകാശ് തന്നെയാണ്. അതിനുള്ള കളികൾ അങ്ങ് ഡൽഹിയിൽ വരെ നടത്താൻ അടൂർ പ്രകാശും ഇറങ്ങിക്കഴിഞ്ഞു. ഇപ്പോൾ പണ്ടത്തെ അടൂർ പ്രകാശല്ല, ഇപ്പോഴത്തെ അടൂർ പ്രകാശ്. അദ്ദേഹം അദ്ദേഹം UDFിൻ്റെ കൺവീനറാണ്, ആറ്റിങ്ങിൽ നിന്നുള്ള MP ആണ്. അതുകൊണ്ട് അദ്ദേഹത്തിന് ധൈര്യമായി വാദിക്കാം തനിക്കും മുഖ്യമന്ത്രി ആകണമെന്ന്. ആറ്റിങ്ങൽ കഴിഞ്ഞ തവണ അദ്ദേഹം തോൽപ്പിച്ചത് ചില്ലറക്കാരനെ അല്ല, ബി ജോയിയാണ്. വർക്കല MLA ആയ B ജോയിയെ സ്വന്തം നാട്ടുകാരുടെ സ്വന്തമായ ജോയി എണ്ണനെ ഫോട്ടോ ഫിനിഷിങ്ങിൽ തോൽപ്പിച്ച് അടൂർ പ്രകാശ് ഹീറോയായി മാറി. അടൂർ പ്രകാശ് മുഖ്യമന്ത്രിയാകാൻ ആഗ്രഹിച്ചാൽ എന്താണ് തെറ്റെന്ന് അടൂർ പ്രകാശ് പക്ഷവും ചോദിക്കുന്നു. എന്തായാലും കോൺഗ്രസിൽ ഇപ്പോൾ ചക്കളത്തിപ്പോര് തന്നെയാണ് നടക്കുന്നത്. ചക്കളത്തിപ്പോര്. ആ ചക്കളത്തിപ്പോര് കോൺഗ്രസിനെ ഏത് അവസ്ഥയിൽ കൊണ്ടെത്തിക്കുമെന്ന് അറിയാൻ പറ്റില്ല. എന്തായാലും കോൺഗ്രസിൽ അടി മൂത്തിരിക്കുന്നു. ഇടതുപക്ഷത്തിനെതിരെ ആഞ്ഞടിക്കാൻ ആയുധങ്ങൾ ഒരുപാടുണ്ടായിട്ടും തമ്മിൽ തല്ല് കാരണം അതിനൊന്നും കഴിയാത്ത ഒരവസ്ഥ. അതാണ് അടൂർ ഈ അവസ്ഥയിലാണ് കുളം കലങ്ങിയിരിക്കുന്നു എന്ന് കണ്ടിരിക്കുന്നു അടൂർ പ്രകാശ്. കലക്ക വെള്ളത്തിലല്ലേ മീൻ പിടിക്കാൻ പറ്റൂ. അതുകൊണ്ടാണ് അടൂർ പ്രകാശ് കലക്ക വെള്ളത്തിൽ ഒന്ന് മീൻ പിടിക്കാൻ ശ്രമിക്കുന്നത്. രമേശ് ചെന്നിത്തല, VD സതീശൻ, KC വേണുഗോപാൽ, കൊടിക്കുന്നിൽ സുരേഷ് ഇവരെല്ലാം മുഖ്യമന്ത്രിയാകാൻ കാത്തിരിക്കുകയാണ്.
KPCC അധ്യക്ഷൻ സണ്ണി ജോസഫിന് ആഗ്രഹമുണ്ടോ എന്നറിയില്ല. എന്തായാലും KPCC അധ്യക്ഷനാകാൻ പണ്ട് അടൂർ പ്രകാശിന് ഒരു സന്ദർഭം വന്നു. അന്ന് മദ്യ വ്യവസായി എന്ന് പറഞ്ഞ് വെട്ടിയത് സ്വന്തം സമുദായത്തിലെ തന്നെ BM സുധീരനാണ്. ഈ ഈഴവ സമുദായത്തിനൊരു പ്രശ്നമുണ്ട്, ഒരുമിച്ച് നിൽക്കില്ല, തങ്ങളിൽ അടിച്ചുകൊണ്ടേയിരിക്കും. ചേട്ടാനിയന്മാർ തമ്മിൽ പോലും തല്ലുകൂടുന്ന ഏക സമുദായം ഈഴവ സമുദായമാണ്. ഈ സാഹചര്യത്തിലാണ് അടൂർ പ്രകാശിനെ അന്ന് BM സുധീരൻ KPCC അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് വെട്ടിവീഴ്ത്തിയത്. ഇപ്പോൾ അടൂർ പ്രകാശ് കൂടുതൽ കരുത്തനാണ്. അദ്ദേഹം മുഖ്യമന്ത്രിയാകാൻ ആഗ്രഹിക്കുന്നു. അതിൽ എന്താണ് തെറ്റെന്ന് അദ്ദേഹം തന്നെ സ്വയം ചോദിക്കുന്നു. അദ്ദേഹം അതിനുവേണ്ടിയുള്ള ചരടുവലികൾ തുടങ്ങിക്കഴിഞ്ഞു.